ഹായ് മക്കളെ, അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുത്താലോ. ഒരു വീടുണ്ട്. ആ വീട്ടിലെ ഒരു വിൻഡോ എച്ച് മീറ്റേഴ്സ് ഹൈറ്റിലാണ് ആ വിൻഡോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ വിൻഡോ ഗ്രൗണ്ടിൽ നിന്ന് എച്ച് മീറ്റർ ഹൈറ്റിലാണ്. ഓക്കെ, ഫ്രം ദ വിൻഡോ ദ ആംഗിൾസ് ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ of the top and bottom of another house situated on opposite side of the lane are found to be alpha and beta. അപ്പോൾ ആ വീടിൻ്റെ വിൻഡോയിൽ നിന്ന് അപ്പുറത്തെ സൈഡിലുള്ള വീട്ടിലേക്ക് നോക്കുക. ഇപ്പുറത്തെ വീട്ടിലെ ആള് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുക. ഇതിലൂടെ ഇയാളുടെ വീടിൻ്റെ വിൻഡോ കൂടെ, ജനൽ കൂടെ അങ്ങ് നോക്കുക, അവിടേക്ക് ആരൊക്കെ വരുന്നുണ്ട്. അന്നപ്പം നമുക്ക് എന്ത് വരയ്ക്കാം? ആദ്യം ഗ്രൗണ്ട് വരച്ചു. ഈ സൈഡിലുള്ള വീട്, ആ സൈഡിലുള്ള വീടിന് എന്താ? വിൻഡോ ആണ്. വിൻഡോ എച്ച് മീറ്റേഴ്സ് എബവ് ദ ഗ്രൗണ്ടാ. അപ്പോൾ വിൻഡോ ഇതാന്ന് വിചാരിക്കാം. ആ പോയിന്റാണ് വിൻഡോ. അപ്പോൾ അത് എത്ര മീറ്റർ ഹൈറ്റിലുള്ളത്? എച്ച് മീറ്റർ ഹൈറ്റിലുള്ളത്. സോ ഞാനിവിടെ എച്ച് മീറ്റർ, ഇത് എച്ച് ആയിട്ട് എടുത്തു. സെറ്റ് അല്ലേ? ദെൻ ഫ്രം ദ വിൻഡോ ദ ആംഗിൾസ് ഓഫ് എലിവേഷൻ to another house situated on the opposite side of the lane is alpha. അതായത് അതിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റുള്ള വീട് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതാണ് ഓപ്പോസിറ്റുള്ള വീട്. ആ വീടിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ എത്ര വരും? ഈ ഒരു ആംഗിൾ ആൽഫ എന്ന് വന്നു. പിന്നെയോ അതിൻ്റെ ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പൊ ഏതാ വരിക? ഇത് വരും. ഈ ഒരു ആംഗിൾ ബീറ്റയാണ്. എന്നിട്ടോ പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദ അതർ ഹൗസ് ഈസ് എച്ച് ഇൻറ്റു 1 പ്ലസ് ടാൻ ആൽഫ കോട്ട് ബീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഹൈറ്റ് എന്ന് പറയുന്നത്, ആ വീടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു 1 പ്ലസ് ടാൻ ആൽഫ കോട്ട് ബീറ്റ എന്നാണ് പ്രൂവ് ചെയ്യണത്. എങ്ങനെ പ്രൂവ് ചെയ്യും? വളരെ സിമ്പിളായിട്ട്, ഇത് എച്ച് ആണെങ്കിൽ ഇത് എത്രയാണ് വരിക? ഈ ഒരു ലെങ്ത്, ഇവിടെ വരെയുള്ള ലെങ്ത് എച്ച് തന്നെ വരും അല്ലേ? ഞാൻ ഈ ഒരു ലെങ്ത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു, ഈ ഒരു ലെങ്ത് വൈ ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ലൈൻ്റെ ലെങ്ത്, ബാക്കിയുള്ള ഈ ഒരു ലെങ്ത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എക്സ് ആയിട്ടും ഈ ലൈൻ്റെ ലെങ്ത് വൈ ആയിട്ടും എടുത്തു. സോ മക്കളെ പറഞ്ഞേ, ടാൻ ആൽഫ എത്രയാണ് വരിക? ടാൻ ആൽഫ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എക്സ് ബൈ വൈ. സോ എക്സ് എത്ര വരും? ഈ ഡിവൈഡ് ബൈ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ വൈ അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു വൈ ആയിട്ട് മാറും. വൈ ഇൻറ്റു ടാൻ ആൽഫ. അതേപോലെ ടാൻ ബീറ്റ എന്താ വരിക? ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റേൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എച്ച് ബൈ അഡ്ജസൻറ്റ് സൈഡ് എച്ച് ബൈ വൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈ എന്താ വരിക? എച്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എച്ച് എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ടാൻ ബീറ്റയാണ്. മക്കളെ, ഓപ്പോസിറ്റുള്ള ആ വീടില്ലേ, ഇതാണ് ആ വീട് അല്ലേ? ആ വീടിൻ്റെ ടോട്ടൽ ഹൈറ്റ് എത്രയാ? ഈ എക്സിനോട് എച്ച് ആഡ് ചെയ്താൽ മതി അല്ലേ? സോ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എച്ചിനോട് എന്താ ആഡ് ചെയ്താൽ മതി? എച്ചിനോട് എക്സ് ആഡ് ചെയ്താൽ മതി. എക്സ് പ്ലസ് എച്ച്. അതപ്പോൾ എത്രയാണ് വരിക? എക്സ് എന്ന് പറയുന്നത് വൈ ടാൻ ആൽഫ പ്ലസ് എച്ചോ വൈ ടാൻ ബീറ്റ. കോമൺ ആയിട്ട് വൈ ഉണ്ട്, വൈ പുറത്തെടുത്തു. വൈ ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ എന്ന് കിട്ടി ആ വീടിൻ്റെ ഹൈറ്റ്. നമ്മളോട് പറഞ്ഞത് ആ വീടിൻ്റെ ഹൈറ്റ് എച്ച് ഇൻറ്റു 1 പ്ലസ് ടാൻ ആൽഫ കോട്ട് ബീറ്റ എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനത്തിൽ വൈ എവിടെയില്ല. അതായത് പക്ഷേ ഇവിടെ വൈ ഉണ്ട്. ആ വൈനെ നമുക്ക് ഒഴിവാക്കണം. വൈനെ എങ്ങനെ ഒഴിവാക്കും? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എച്ച് ഈക്വൽ ടു വൈ ടാൻ ബീറ്റ എന്ന്. അതിൽ നിന്ന് വൈ എന്താ കിട്ടുക നമുക്ക്? വൈ ഈക്വൽ ടു ആ ഇൻറ്റു ടാൻ ബീറ്റ തന്നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് എന്തായി മാറി? ഡിവൈഡ് ബൈ ടാൻ ബീറ്റ. സോ എച്ച് ഡിവൈഡ് ബൈ ടാൻ ബീറ്റ y equal to
എച്ച് ഡിവൈഡ് ബൈ ടാൻ ബീറ്റ. സോ ഞാനിവിടെ വൈക്ക് പകരം എന്ത് കൊടുക്കുന്നു, എച്ച് ഡിവൈഡ് ബൈ ടാൻ ബീറ്റ എന്ന് കൊടുത്തു. ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ വരിക, ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ. എടാ എച്ച് ഡിവൈഡ് ബൈ ടാൻ ബീറ്റ എന്ന് പറഞ്ഞ സാധനം എന്താ ആക്ച്വലി എച്ച് ഇൻറ്റു 1 ബൈ ടാൻ ബീറ്റ അല്ലേ, എച്ച് ഇൻറ്റു 1 ബൈ ടാൻ ബീറ്റ അല്ലേ, ഇൻറ്റു എന്ത് വരും, ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ. ഒരേ ഒരു കാര്യം ചെയ്യാണ് മക്കളെ, ഈ പുറത്തുള്ള 1 ബൈ ടാൻ ബീറ്റ അല്ലേ ഉള്ളോട്ടൊക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, പുറത്ത് ഓൾറെഡി എച്ച് ഉണ്ട്, അതിനെ ആദ്യം എഴുതി. എച്ചിനെ ഉള്ളോട്ടൊക്കെ എടുക്കുന്നില്ല, എച്ചിനെ ഉള്ളോട്ടൊക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, എച്ച് പുറത്ത് തന്നെ വെക്കാം. എച്ച് ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ വരിക, ശ്രദ്ധിക്കാം, 1 ബൈ ടാൻ ബീറ്റേനെ കൊണ്ട് ടാൻ ആൽഫനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും, ടാൻ ആൽഫ ബൈ ടാൻ ബീറ്റ, ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ പ്ലസ് നെക്സ്റ്റോ 1 ബൈ ടാൻ ബീറ്റനെ കൊണ്ടിട്ട് ടാൻ ബീറ്റനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായി മാറും, 1 ഇൻറ്റു ടാൻ ബീറ്റ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. ഓക്കെ, നമുക്ക് എഴുതാം, എന്ത് കിട്ടും, ഇറ്റ്സ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ വരിക, ടാൻ ആൽഫ അങ്ങനെ തന്നെ എഴുതി, ടാൻ ആൽഫ എന്ന് എഴുതി. പിന്നെ എന്താണത്, ടാൻ ആൽഫ ബൈ ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ ആൽഫ ഇൻറ്റു 1 ബൈ ടാൻ ബീറ്റ ആണല്ലോ. 1 ബൈ ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ്റെ റെസിപ്രോക്കൽ കോട്ട് ബീറ്റ പ്ലസ് ടാൻ ബീറ്റ ബൈ ടാൻ ബീറ്റ 1. സോ ഇതിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം, എച്ച് ഇൻറ്റു ഈ 1 ആദ്യം എഴുതാം, 1 പ്ലസ് ടാൻ ആൽഫ കോട്ട് ബീറ്റ, എച്ച് ഇൻറ്റു 1 പ്ലസ് ടാൻ ആൽഫ കോട്ട് ബീറ്റ, എച്ച് ഇൻറ്റു 1 പ്ലസ് ടാൻ ആൽഫ കോട്ട് ബീറ്റ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തു. ഇത്രയും എളുപ്പമായിരുന്നു അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഈ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന 95% കുട്ടികളും ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കും, ഉറപ്പാണ്. സോ മക്കളെ കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയിക്കൂടാ, അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തുകൂടാ.